എല്ലാവർക്കും കേരള ഫുഡ്വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങയും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണിത്. ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് നാരങ്ങ കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെക്കണം. അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ഉപയോഗിച്ചിട്ട് ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 20-25 ദിവസം നാരങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നാരങ്ങയ്ക്ക് ഒട്ടും കയ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പിലിടുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലെമൺ പിക്കിൾ ഉണ്ടാക്കിയപ്പം ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ് എങ്ങനെയാണ് നാരങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 15 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പ് ചെറുനാരങ്ങയാണ്. നിങ്ങൾ എടുക്കുന്ന നാരങ്ങയ്ക്ക് വലിപ്പം കുറവാണെന്നുണ്ടെങ്കിൽ 20 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം എടുക്കാനായിട്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് വെച്ച ശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയോ അല്ല ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് ഓരോ നാരങ്ങയും തുടച്ചെടുക്കണം. ഇതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ നാരങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലിട്ട് വെക്കരുത്. നമ്മൾ നാരങ്ങ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയിലും കട്ടിംഗ് ബോർഡിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നാരങ്ങയുടെ 2 അറ്റവും ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആദ്യം നാരങ്ങേനെ ഒന്ന് 2ആയിട്ട് മുറിക്കാം. ഇനി ഓരോ ഹാഫിനെയും വീണ്ടും 4ആയിട്ട് കട്ട് ചെയ്യാം. ഇത് നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 4 പീസുകളാക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് പീസുകളാക്കി എടുക്കുക. ഇപ്പോൾ ഒരു നാരങ്ങ 8 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണത്തിലും ചില കഷ്ണങ്ങളിൽ ഇങ്ങനെ വൈറ്റ് പാർട്ട് ഇങ്ങനെ ഉണ്ടാവും നടുവിൽ. അത് പറ്റുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. അതിന് ഇച്ചിരി കയ്പ്പ് കൂടുതലാണ്. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിനകത്തുള്ള കുരുവും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ഇങ്ങനെ ഓരോ പീസുകളും നമുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആദ്യം തന്നെ കുപ്പിയിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നാരങ്ങ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നാരങ്ങ നീര് ഫുള്ള് ഇങ്ങനെ കട്ടിംഗ് ബോർഡിലുണ്ടാവും. അത് കളയണ്ട. അതോടുകൂടെ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നാരങ്ങയെല്ലാം കട്ട് ചെയ്ത് ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബോട്ടിൽ അടച്ച ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി കുലുക്കി കൊടുക്കുക. നാരങ്ങയും ഉപ്പുമൊക്കെ നല്ലതുപോലെ മിക്സ് ആവണം. ഇതുപോലെ എല്ലാ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോഴത്തേന് നാരങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുലുക്കി കൊടുത്തില്ലെങ്കിൽ താഴെയുള്ള കഷ്ണങ്ങളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും. മുകളിലുള്ള കഷ്ണങ്ങളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 20 മുതൽ 25 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന് അച്ചാറിടുന്നത്. അപ്പോൾ 20 ദിവസമെങ്കിലും മിനിമം വെക്കണം. 25 ദിവസം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കുലുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അച്ചാറിന് ഒട്ടും കയ്പും കാണില്ല, നല്ല സോഫ്റ്റും ആയിരിക്കും. അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 10-12 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 30 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം.
ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികൾ ഇട്ട വശം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അധികം അങ്ങ് എരിവും വരത്തില്ല. നിങ്ങളിനി സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർക്കുന്ന അച്ചാറായതുകൊണ്ട് വിനാഗിരി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ചേർത്ത് കഴിയുമ്പോഴേക്കും ഡേറ്റ്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, പച്ചവെള്ളം ഒഴിക്കരുത്. ഞാനിവിടെ 1.25 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ചൂടാറി കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ചൂടാറി കഴിഞ്ഞപ്പോൾ ഗ്രേവിയൊക്കെ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി നാരങ്ങ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരണം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നാരങ്ങയിൽ നിന്ന് ഇതിലേക്ക് ഉപ്പ് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടാറിയ ശേഷം വേറൊരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. അച്ചാർ എപ്പോഴും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒരിക്കലും അച്ചാർ സ്റ്റോർ ചെയ്യരുത്. ഇത് നല്ല ഡ്രൈ ആയിരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അച്ചാർ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കണ്ടെയ്നറിലേക്ക് മാറ്റുക. ഓരോ പ്രാവശ്യം നമ്മളിത് ഉപയോഗിക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാവും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മളിതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് നാൾ വെച്ചേക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട്, നല്ലെണ്ണയാണ്, എണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ ഒരു ലെയറായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അച്ചാർ പൂത്ത് പോകാതിരിക്കും. ഇത് നമ്മൾ ഉപ്പിലിട്ട് ഓൾറെഡി സോഫ്റ്റ് ആക്കി എടുത്തതുകൊണ്ട് ഒരുപാട് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. പ്രത്യേകിച്ച് ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.